കുറെ സുഹൃത്തുക്കളുണ്ടല്ലേ? സത്യം പറഞ്ഞില്ല. ഞാൻ കാണുമ്പോ ചുറ്റിനും കുറെ ആൾക്കാർ എപ്പോഴും ഞാൻ അവിടെ ഉള്ളപ്പോ ആളുകളുടെ അടുത്ത് സംസാരിക്കും, അത് അറിയണ ആളുകളുടെ അടുത്ത് സംസാരിക്കും എന്നല്ലാതെ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് അങ്ങനെ സുഹൃത്തുക്കൾ വളരെ കുറവാണ്. ഇൻഡസ്ട്രിയിലും എനിക്കറിയില്ല. ബിക്കോസ് കുറെ വർഷമായിട്ട് അറിയുകയാണെങ്കിൽ അതിൽ നിന്നൊരു ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്യാൻ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അല്ലാതെ പെട്ടെന്ന് കണ്ടിട്ട് സിംഗാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 24 വയസ്സിലായിട്ടില്ല. നോർമലി കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവണ ഒരു സമയത്ത് ഇല്ല, എനിക്ക് അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ല. ബട്ട് എല്ലാവരുമായിട്ടും നല്ല ടേംസിലാണ്. അത് അതെന്തെങ്കിലും പേടികൊണ്ടാണോ? പേടിയെന്നല്ല. ഒന്നാമത്തെ കാര്യം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ, ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് എന്തെങ്കിലും ലൈക്ക് ചേച്ചിക്ക് തന്നെ അറിയായിരിക്കും, വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്താണെങ്കിലും മെസ്സേജ് ചെയ്ത് റിപ്ലൈ ചെയ്തില്ല എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ പുറത്തുള്ള പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ കുറേ എക്സ്പീരിയൻസസ് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഉണ്ടാക്കുന്ന ഫ്രണ്ട്സ് തന്നെ വിളിച്ചാൽ പിന്നെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ അവരെ ഹേർട്ട് ചെയ്യേണ്ട പിന്നെ നമ്മളും. പക്ഷെ എന്നാലും വിളിച്ചാൽ വരുന്ന ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് ഉണ്ട്. ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ചങ്സ് ഉണ്ട്, പക്ഷെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അതാ പ്രശ്നം. എപ്പോഴും ഗ്യാങ് കൂടിയിരിക്കുക, ഗ്യാങ്ങിലൊന്നും ഉൾപ്പെടാനേ പറ്റുന്നില്ല എനിക്ക്. അങ്ങനെ കാണും, സംസാരിക്കും, അത്രേ ഉള്ളൂ. ഈ മോഡലിംഗ് ആരാന്നല്ലേ വിചാരിച്ച ആളല്ലല്ലോ. ഈ മോഡലിംഗിലേക്ക് തുടക്കം വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അത് എക്സ്പീരിയൻസ് ചെയ്തത്? ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾ കുറെ സ്ട്രഗിൾ ചെയ്യണം ഈ ഒരു ഫീൽഡിൽ വരണമെങ്കിൽ. എൻ്റെ അങ്ങനെ ആദ്യത്തെ ഒരു ഷൂട്ട്, ഞാൻ ഈ മിസ് മലബാർ കഴിഞ്ഞ് എനിക്കൊരു ഷൂട്ട് വന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനൊരു അമ്മയും രാവിലെ, ഞാൻ കാലിക്കറ്റാണ് ബേസിക്കലി. അപ്പോൾ കാലിക്കറ്റിൽ നിന്ന് ബസ്സൊക്കെ കയറി ഞാനും അമ്മ ഇവിടെ ഏതൊരു പള്ളി, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഞാൻ പള്ളിയിൽ കയറിയിരുന്നു, അമ്മ ഇരിക്കുന്നുണ്ട്, ഞാൻ അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഫോൺ വിളിച്ചിട്ട് അവർ എടുക്കുന്നില്ല. കുറേ ഒരു 10 മണി കഴിയുമ്പോൾ അവർ ഫോൺ എടുത്തു. അമ്മ ഇങ്ങനെ ഇരിപ്പുണ്ട് എൻ്റെ അടുത്ത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് അങ്ങനെ ഉള്ളൊരു ടൈം ഉണ്ടാവുമല്ലോ നമുക്ക്. ട്രെയിനെങ്കിൽ ട്രെയിൻ, ബസ്സെങ്കിൽ ബസ് എന്ന് പറഞ്ഞിട്ട് കയറി വരുന്നത്. അങ്ങനത്തെ കുറച്ച് ടൈംസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് എൻജോയ് ചെയ്തിരുന്നു. കാരണം ഈസി വേ ഓഫ് മണി മേക്കിംഗ് ആയിരുന്നു. ലൈക്ക് 1 ഡേ വർക്ക് ഉണ്ടാവുള്ളൂ നമുക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഹാപ്പിയാണ്, വീട്ടിൽ പോവാം, പിന്നെ നെക്സ്റ്റ് ക്യാമ്പയിൻ വരുന്നു. പക്ഷെ അത് കണ്ടിന്യൂസ്ലി പോയപ്പോൾ ഐ വാസ് ലൈക്ക് സോ ഹാപ്പി. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് അവർ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, നമ്മളോട് വരാൻ പറഞ്ഞ ആൾക്കാർ. കാരണം ബിക്കോസ് ഞാൻ 6 മണിക്ക് എങ്ങാണ്ട് എത്തി, ഇവർക്ക് 10 മണിക്കല്ലേ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പം ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഞാൻ കാലിക്കറ്റ് ആണെങ്കിലും കൂടെ കൊച്ചിയിലുള്ള കുറേ ഷൂട്ട്സിന് ആളുകൾ വിളിച്ചിട്ടുണ്ട്. അത് കുറേ എനിക്ക് തോന്നുന്നു ഹെയറിൻ്റെ കാര്യം കൊണ്ട് തന്നെ ആയിരിക്കണം. അപ്പം വർക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഈ ട്രാവലിംഗ് ഒക്കെ ഭയങ്കര ഹെക്ടിക്കായിരുന്നു. അല്ലാതെ എനിക്ക് അങ്ങനെ വർക്ക് പ്രഷറോ അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളോ ഒന്നും മോഡലിംഗ് ത്രൂ എനിക്കൊന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല.